ഡയൽ എം തുടരുകയാണ്. തിരുവനന്തപുരം മേയർ ശ്രീ വി രാജേഷിനൊപ്പം ഓൾറെഡി ഒരു കോളർ വെയിറ്റ് ചെയ്യുകയാണ്. ശ്രീ ബിനുരാജ്, ബേക്കറി ജംഗ്ഷൻ. ബിനുരാജ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. പറയാം, മേയർ ഇവിടെ തന്നെയാണ്, പറഞ്ഞോളൂ. സാർ നമസ്കാരം. ഞാൻ വിളിച്ചത്, ഞങ്ങളൊരു 24-25 വർഷം കൊണ്ട് ബേക്കറി ജംഗ്ഷനിൽ ഒരു അന്നദാനവും പ്രഭാതകൃഷ്ണ ഉദർമൊക്കെ നടത്തി വരികയാണ്. അപ്പോൾ ഈ തവണ ഞങ്ങൾക്ക് ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ 4 ഭാഗത്തും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഭക്തജനങ്ങൾക്ക് പൊങ്കലിടാൻ അസൗകര്യമാണ്. അതൊന്ന് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പാളയം വാർഡാണോ അതോ തമ്പാനൂരാണോ വാർഡ്? പാളയം വാർഡാണ്. എവിടെയാ? നമ്മുടെ പഴയ ഇപ്പോഴത്തെ നിംസ്വാങ് ആ റോഡാണോ? അല്ല സാർ, നമ്മുടെ ആ റോഡ് കൊണ്ട് പിന്നെ നമ്മുടെ ഒരു ചൈതന്യ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. ചൈതന്യ അപ്പാർട്ട്മെന്റ്, ശ്രീധന്യ അപ്പാർട്ട്മെന്റ്. ശ്രീധന്യ അതിന്റെ ഓപ്പോസിറ്റ്, റിസർവ് ബാങ്കിന്റെ ഓപ്പോസിറ്റ് അല്ലേ? അതെ സാർ, അതെ സാർ. അതെ. അത് ഞാൻ ഇന്ന് രാവിലെ കണ്ടു. ഇന്നലെ രാവിലെ ഞാൻ കണ്ടു. ഇന്നലെ ആറ്റുകാല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, വിലയിരുത്തൽ യോഗം കഴിഞ്ഞിട്ട്, ശിവൻകുട്ടി മിനിസ്റ്ററും മേയറും അതോടൊപ്പം തന്നെ കൗൺസിലർമാരും വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സൂരജ് അദ്ദേഹവുമായിട്ട് മീറ്റിംഗ് നടന്നിരുന്നു. ഇത് സിവറേജ് ആണ് ഈ താങ്കൾ പറയുന്നത്. ട്രെയിൻ, അതെ, സിവറേജ് ആണത്. സിവറേജിന്റെ ചാർജുള്ള എഞ്ചിനീയർ ഉണ്ടായിരുന്നു. നാളെ കളക്ടർ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരം ജില്ലാ കളക്ടർ പ്രത്യേകം യോഗം നാളെ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കും. അവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം തമ്പാനൂർ ഉണ്ടായിരുന്നു സിവറേജ് പൊട്ടിയിട്ട്. അത് വാട്ടർ അതോറിറ്റിയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. മേയർക്കും കോർപ്പറേഷനും ഒരു പൊളിറ്റിക്കൽ പ്രഷർ അതിൽ ചെലുത്താനാണ് ഞങ്ങൾക്ക് പറ്റുന്നത്. കാരണം ഈ റോഡ് നമ്മുടേതല്ല, മെക്കാനിസം അവരുടേതാണ്. ഞങ്ങള് കൗൺസിലറോട് പറഞ്ഞായിരുന്നു. അപ്പൊ കൗൺസിലർ പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു അവിടുത്തെ അവർക്ക് അതിന്റെ പൈപ്പ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതെ, ഞാൻ വന്നിരുന്നു അപ്പുറത്ത് വത്സല നഴ്സിംഗ് ഹോമിന്റെ ആ മീഡിയ വൺ ചാനലിന്റെ ഇപ്പുറത്തുള്ള സ്ഥലത്ത്, ഈ പൊട്ടി ഒളിച്ച സ്ഥലത്ത് ഞാൻ തന്നെ നേരിട്ട് കൗൺസിലറുമായിട്ട് വന്നിരുന്നു. ആ പ്രശ്നം ഒരു പരിധി പരിഹരിച്ചു. ഇത് ഇന്നലെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച കളക്ടർ കാര്യം കൊണ്ട് യോഗം വിളിക്കുന്നുണ്ട്. വളരെ ഉപകാരമായിരിക്കും ഞങ്ങൾക്കല്ല, ഭക്തജനങ്ങൾക്ക്. ചെയ്യും. താങ്ക് യു. അടുത്ത മണ്ണന്തലയിൽ നിന്ന് ശ്രീമതി ആശ. നമസ്തേ, ഗുഡ് മോർണിംഗ് ആശ, പറഞ്ഞോളൂ. നമസ്കാരം. എനിക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ സജഷൻ ആണുള്ളത്. നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് മേയർ തീരുമാനിക്കണം. നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റിന് ഈ എല്ലാ നമ്മുടെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന് വേസ്റ്റ് ബിൻ വെക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആരും വലിച്ചെറിയില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ ഗേറ്റിന്റെ മുമ്പ് വരെ രാവിലെ ചിലപ്പം വലിച്ചെറിഞ്ഞത് നമ്മുടെ ഗേറ്റിന്റെ മുമ്പ് ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് ബിൻ വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? അത് ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടി ഡൈപ്പറും ഉണ്ട്. ഡയപ്പറും ഫുഡ് വേസ്റ്റും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പബ്ലിക്കായിട്ട് ബിൻ വെച്ച് കഴിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാവും. ഇപ്പോ അല്ല, എല്ലാ ദിവസവും കളക്ട് ചെയ്യണം കോർപ്പറേഷന്റെ വണ്ടി. അത് മുൻപ് തിരുവനന്തപുരത്ത് വച്ച ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സിസ്റ്റം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹരിതകർമ്മസേന ഇത് രണ്ടും എടുക്കുന്നില്ല. അതെ, ഇതിന് രണ്ടിനും പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം വരാൻ പോകുന്ന ദിവസങ്ങളിലുണ്ടാകും. അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് പോകും. എന്തായാലും ഈ വിഷയം കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പരിഹരിക്കും വിഷയം. കാരണം നമ്മൾ ബാംഗ്ലൂര്, തമിഴ്നാട്ടിലെ ഒക്കെ ഈ വേസ്റ്റ് ബിന്നുകൾ രാവിലെ വന്ന് അവർ കോർപ്പറേഷൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് ഡയപ്പർ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. ഡയപ്പർ എടുക്കാൻ വേണ്ടി അല്ല, ഹരിതകർമ്മസേനയല്ല, ആക്രി ആപ്പ് അവര് വരുന്നുണ്ടല്ലോ ഡയപ്പർ എടുക്കാനായിട്ട്. പ്രൈവറ്റ് ആൾക്കാരെടുത്ത് കൊടുക്കുന്നുണ്ട്. അതെ, അതാണ് പറഞ്ഞത്. അല്ലല്ല, ആക്രി ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ അവർ വന്നെടുക്കുന്നു. അവർക്ക് കോർപ്പറേഷൻ തന്നെയാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആശയജി ക്ഷമിക്കുക. കാര്യം മേയർ പറഞ്ഞെന്ന ഒരു കാര്യം മനസ്സിലായി. ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ. മറ്റൊരു പുതിയ പദ്ധതി പൈപ്പ് ലൈനിലാണെന്നാണ് ഇപ്പൊ മനസ്സിലായത്. ഹരിതകർമ്മസേനക്കാര് ഡയപ്പർ എടുക്കില്ല, അവരെടുക്കാനും പാടില്ല. അവർക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള മെക്കാനിസം ഇല്ല. ആക്രി ആപ്പിന് അവർക്ക് എറണാകുളം ജില്ലയിൽ ഇൻസിനേറ്റർ ഉണ്ട്. അവർക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ എടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ഫീ കൊടുക്കണം. അവരെടുക്കുന്നുണ്ട് കൃത്യമായിട്ട്.
റൈറ്റ് അപ്പൊ എന്റെ ഗ്യാസ് ബിൻ ഒന്ന് ശ്രദ്ധയിൽ വെക്കും. ഉണ്ട് അത് ശ്രദ്ധ ചർച്ച ചെയ്യാം. റൈറ്റ്, പരിഹാരം ഉണ്ടാവും. ശ്രീമതി ആശ, താങ്ക് യു. പൈപ്പ് മൂടിൽ നിന്ന് ശ്രീ പ്രസന്നകുമാർ, നമസ്തേ, സുപ്രഭാതം. നമസ്തേ സാറേ. ചോദിക്കണം. ഞങ്ങൾ മണ്ണാമൂല പൈപ്പ് മൂട് റോഡിലാണ് താമസിക്കുന്നത്. അവിടെ ഇതിനു മുമ്പേ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അപ്പൊ കോൺഗ്രസുകാരും BJP-കാരും പ്രതിഷേധിച്ച് ഇപ്പൊ അവിടെ ഓട കെട്ടി തന്നു. ഓട കെട്ടി അതിൽ സ്ലാബ് ഇട്ട് പകുതി ഇടയ്ക്കിടയ്ക്ക് സ്ലാബ് വീണിട്ടില്ല. ഇപ്പൊ അത് മണ്ണിറങ്ങി കിടക്കുകയാണ്. ഇപ്പൊ റോഡും അവര് ജോലി ചെയ്ത് തീർത്തിട്ടില്ല. നമ്മുടെ ഓപ്പോസിറ്റ് സിമി ബാലുവിന്റെ ഏരിയയാണ്. അവരവിടെ മൊത്തം ടാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏരിയ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇത് പേരൂർക്കട വാർഡാണ്. പേരൂർക്കട വാർഡ് കൗൺസിൽ റോഡ് ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അവിടെ പ്ലാൻ ഫണ്ട് വരും. നല്ലൊരു എമൗണ്ട് പ്ലാൻ ഫണ്ട് നിങ്ങളുടെ വാർഡിന് വേണ്ടി വരും. അപ്പോഴേക്കും ആ വാർഡിന് അനുവദിക്കുന്ന തുകയിൽ നിന്ന് ഇതും കൂടെ ആഡ് ചെയ്യാനായിട്ട് കൗൺസിലറോട് പറയുക. അതിൽ നിന്നില്ല, പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ നോക്കാം. PW റോഡാണ്. അപ്പൊ അത് MLA-യോട് സംസാരിക്കണം. MLA-യോട്. കോർപ്പറേഷൻ റോഡാണെങ്കിൽ കോർപ്പറേഷൻ റോഡാണെങ്കിൽ കൗൺസിലറോട് സംസാരിക്കുക. PWD റോഡാണെങ്കിൽ MLA-യോട് സംസാരിക്കണം. അല്ല, ഇത് കോർപ്പറേഷൻ റോഡാണെങ്കിൽ PWD ഇപ്പം കോർപ്പറേഷനിൽ കൗൺസിലറിന് പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് MLA ചെയ്തു തന്നത്. പക്ഷെ ഓട കെട്ടി അത് സ്ലാബ് ഇട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വീഴുന്നുണ്ട്. അതെ, കിടപ്പുണ്ട്. ഇത് 2 ദിവസത്തിന് മുമ്പേയുള്ള മനോരമ പേപ്പറിൽ ഫോട്ടോ സഹിതം വന്നതുമാണ്. എന്നാലും കൗൺസിലർക്ക് ഈ മാർച്ച് മാസം കഴിയുമ്പോഴേക്ക് ഏപ്രിൽ മുതൽ ഫണ്ട് വരുന്നുണ്ട്. കൗൺസിലറോട് സംസാരിക്കുക. കൗൺസിലർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കോർപ്പറേഷൻ നോക്കാം. ഓക്കെ. ആര്യനാട് എനിക്ക് പേര് ക്ലിയർ ആയില്ല. സുനിലാണോ ആര്യനാട്? അതെ, നമസ്തേ, പറഞ്ഞോളൂ സുനിൽ. നമസ്തേ. പറഞ്ഞോളൂ. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അമ്മമാരും സഹോദരിമാരും പൊങ്കാലയ്ക്ക് വരുമ്പോൾ ഇപ്പൊ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ടോയ്ലറ്റ് സൗകര്യം നമ്മളെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വളരെ കുറവാണ്. കാരണം ശാസ്ത്രമംഗലം ഭാഗത്തൊക്കെ, കവടിയാറ് ശാസ്ത്രമംഗലം ഭാഗത്തൊക്കെ പൊങ്കാലയിടുന്ന അമ്മമാര് അവർക്ക് ഈ പാസ് ചെയ്യാൻ പോകുന്നതിന് ഒരു സൗകര്യമില്ല. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ഈ ഒരു സംവിധാനം കൂടി ഒന്ന് പൊങ്കാല സമയത്ത് ഒന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇപ്പോ അതൊരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സെറ്റ് ഓഫ് ടോയ്ലറ്റ്സ്, അതായത് 10 എണ്ണം വരുന്ന സെറ്റ് കൂടുതൽ എടുക്കുവാനും നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുവാനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തായാലും ഈ പോരായ്മകൾ വന്ന് റെക്ടിഫൈ ചെയ്ത്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൂടുതൽ ചെയ്യാനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻവർഷത്തെക്കാൾ ഈ കാര്യങ്ങൾ മെച്ചപ്പെടും. ഈ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ശാസ്ത്രജ്ഞനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നത് ടോയ്ലറ്റ് സൗകര്യത്തെ കുറിച്ചാണ്, അല്ലേ? ഒരു പ്രാഥമിക. അതെ, എന്തായാലും ഒരു കമന്റ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ, ഗുഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഇത് മേയറുടെ ഔദ്യോഗിക തിരക്കുകൾ കാരണം വൈകിയതാണ്. ഒരു നമ്മുടെ യൂട്യൂബ് പേജിൽ ഒരു 1-2 കമന്റ്സ് വന്നിട്ടുണ്ട്. ഒന്നൊരു ഗിരീഷ് KV, രാജേഷ് ജി നമസ്കാരം, നല്ല നിലവാരം പുലർത്തി ഡയലം. രാജഗോപാലാണ് ഇതേപോലെ നിലവാരം പുലർത്തി സംസാരിച്ചിട്ടുള്ളത്. മറ്റൊരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമലേശ്വരം നമ്പി ഗാർഡൻസിൽ കുടിവെള്ളം വളരെ സ്ലോയാണ്. 4 വർഷത്തോളമായി ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ വളരെ കൂടുതൽ ആണ്. പൈപ്പിൽ വെള്ളം ഇല്ലെന്ന് തന്നെ പറയാം. ഇതിന് പരിഹാരം ചെയ്യണം. യൂണിവേഴ്സൽ മീഡിയ എന്നൊരു ഐഡിയയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. നമ്പി ഗാർഡൻസ്, കമലേശ്വരം. ഞാനത് പറയാം. അതായത് ഈ കുടിവെള്ള പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി മാസത്തിൽ തന്നെ, ഡിസംബറിൽ ചുമതലയേറ്റു ജനുവരിയിൽ തന്നെ ഞങ്ങൾ വളരെ ഗൗരവമായ മീറ്റിംഗും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതിൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ രൂക്ഷമാവുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളത് പല കാര്യങ്ങളും, ഞാൻ എല്ലാ ഘടകങ്ങളൂടെ പറയുന്നില്ല. വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഈ മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അരുവിക്കരയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും പല സ്ഥലങ്ങളിലും വാൽവ് അടച്ചു വച്ചിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. കാര്യം ഫോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ കുറേയൊക്കെ ഇടപെടുന്നുണ്ട്. ഇത് പൂർണ്ണമായും വാട്ടർ അതോറിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കോർപ്പറേഷൻ റോഡുകൾ കട്ടിങ്ങിന് അനുവാദം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കോർപ്പറേഷൻ നേരിട്ട് ഇടപെടാൻ സാധിക്കുന്നത്. പക്ഷേ ഒരുമിച്ച് തന്നെയാണ് ചർച്ചകളും ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ
ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചോദ്യം വന്നതുകൊണ്ട് പറയാം, അറിവിലേക്ക് പറയാം. ഇന്ന് വൈകുന്നേരം 4 മണി വരെ വെള്ളത്തിന് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് വരും. കാരണം ഇന്നലെ അരുവിക്കരയിലെ ട്രാൻസ്ഫോമർ കത്തിപ്പോയി. അത് കോമ്പൻസേറ്റുള്ള ട്രാൻസ്ഫോമർ ഇന്നലെ രാത്രി 2 മണിക്ക് കോഴിക്കോടെന്ന് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ മുമ്പ് വാട്ടർ അതോറിറ്റി MD ആയിട്ട് സംസാരിക്കുമ്പോൾ അത് ചേർത്തല കഴിഞ്ഞു. വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി അത് തിരുവനന്തപുരത്ത് എത്തും. 3 മണി മുതൽ വെള്ളം കുറച്ചുകൂടി ശക്തമായിട്ട് വരും. പക്ഷേ നാളെ രാവിലെ കൊണ്ട് മാത്രമേ പഴയ അവസ്ഥയിലേക്ക് വെള്ളം പുനഃസ്ഥാപിക്കുന്നതാവാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായി ഇപ്പോൾ കോളിൽ വെയിറ്റ് ചെയ്യുന്നത് കവടിയാറിൽ നിന്ന് ശ്രീ രാധാകൃഷ്ണൻ. നമസ്തേ, ഗുഡ് മോർണിംഗ്. സംസാരിക്കാം. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇപ്പൊ വിളിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന വ്യക്തമായ വർക്കുകളുടെ ഡീറ്റെയിൽ. വർക്ക് എന്ന് പറഞ്ഞാൽ പരിധിയിൽ വരുന്ന ഔദ്യോഗിക കാര്യങ്ങളെല്ലാവും സർക്കാരിന്റെ പരിധിയിൽ വരുന്നതും, എന്നാൽ PWDയും കോർപ്പറേഷനും ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള വ്യത്യാസങ്ങളും ഇത് ജനത്തിന് ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ട്രിവാൻഡ്രത്തിന്റെ പ്രധാനപ്പെട്ട ഐക്കോണിക് പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വളരെ മുമ്പ്, ഒരു 2 വർഷം മുമ്പ് കിഷൻ റെഡ്ഡി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ മുമ്പ് നമ്മൾ പ്രസന്റ് ചെയ്തു. കക്ഷി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, 100%. അപ്പൊ കക്ഷി അന്ന് പറഞ്ഞത് ഇത് കോർപ്പറേഷന്റെ അല്ല, സ്റ്റേറ്റിന്റെ കൂടി ഒരു റെക്കമെൻഡേഷൻ ലെറ്ററോടെ വന്നാല് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ താല്പര്യമുണ്ട്. അത് കഴിഞ്ഞ ഒരു 7 മാസത്തിന് മുമ്പ് അവർ വീണ്ടും തിരിച്ചു ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു എന്തായി എന്ന് ചോദിച്ചു. ഏത് പ്രോജക്റ്റ് ഏതാ? പ്രോജക്റ്റ് നേരിട്ട് പറയാൻ ട്രിവാൻഡ്രത്തിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ അങ്ങനെ പറയാത്തത്. അത് അനൗൺസ് ചെയ്യാനുള്ളൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനെ സമീപിച്ചുകൂടെ? എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് 1-2 പേരോട് പറഞ്ഞു. അവര് മേയറേയും BJP അധ്യക്ഷന്റെ ഒരു സമയം കണ്ടെത്തിയിട്ട് ഇത് സംസാരിക്കാമെന്ന് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മുൻ നടപടികളായിട്ടില്ല. ഈ പ്രോജക്ടിന്റെ ഒരു ഏത് പ്രോജക്റ്റും കേന്ദ്ര ഗവൺമെന്റ് ഏത് പ്രോജക്റ്റും സംസ്ഥാന സർക്കാരിന്റെ കൂടി സമ്മതത്തോടെയാണ് കോർപ്പറേഷൻ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആവശ്യപ്പെടുന്ന പ്രോജക്റ്റുകൾ സാങ്ഷൻ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സാധിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ അതിലാവശ്യമാണ്. അങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അമൃത് പദ്ധതി ലഭിച്ചത്, തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികൾ ലഭിച്ചത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ ഓരോ ദിവസവും ഓരോരുത്തരും കൊണ്ടുവരുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പദ്ധതി ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് സംസ്ഥാന സർക്കാർ വഴി കേന്ദ്ര സർക്കാരിൽ എത്തിക്കാൻ വേണ്ടി പറയാം. അതായത് ഇപ്പോൾ തിരുവനന്തപുരം മേയർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നത് എല്ലാ ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം ചില ഔദ്യോഗിക പരിപാടികൾ തിരുവനന്തപുരം വിട്ട് പോകേണ്ടി വരും. തിരുവനന്തപുരത്തുള്ള ദിവസം വർക്കിംഗ് ഡേ എല്ലാം 3 മണി മുതൽ 5 മണി വരെ മേയറുടെ ചേംബറിൽ ഉണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് വരാം. ഇനി ആ സമയത്ത് എന്തെങ്കിലും ഗവർണർ, മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിയൊക്കെ പോലുള്ള പ്രധാനപ്പെട്ടവർ പങ്കെടുക്കുന്ന യോഗങ്ങൾ എന്തെങ്കിലും പോകണമെങ്കിൽ മാത്രം ആ സമയം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം 3 മണി തൊട്ട് 5 മണി വരെ പൊതുജനങ്ങളെ കാണാൻ വേണ്ടി മേയർ തയ്യാറാണ്. ആ സമയം സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ഡിസ്കഷൻ വേണമെങ്കിൽ രാത്രി ഒരു 7 മണിക്ക് ശേഷം വീണ്ടും കോർപ്പറേഷൻ സെക്രട്ടറിയോ ഉദ്യോഗസ്ഥരോ ആവശ്യമാണെങ്കിൽ നമ്മൾ ഇരിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ശീലിച്ചു പോകുന്നത്. ഇന്നലെ രാത്രി ഒരു 7 മണി ഒരു 10 മണി വരെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. റൈറ്റ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ദയവായിട്ട് കോർപ്പറേഷനിൽ പോവുക, ഈ പ്രോജക്റ്റ് ശ്രദ്ധയിൽപ്പെടുക. ശ്രീ രാധാകൃഷ്ണൻ, താങ്ക് യു. ശാസ്തമംഗലത്ത് നിന്ന് ശ്രീ GR പിള്ളൈ ആണ് ഉള്ളത് ലൈനിൽ. നമസ്തേ സർ, ഗുഡ് മോർണിംഗ്. സാർ നമസ്കാരം. പറഞ്ഞോളൂ സാർ. മേയർ രാജേഷ്, നമസ്കാരം. പറയണം. ഞാൻ GR പിള്ളയാണ്, ഇൻകം ടാക്സ് ഓഫീസറായിട്ട് റിട്ടയർ. 2-3 ദിവസം മുമ്പ് മധുസൂദൻ നായരുമായിട്ട് വന്ന് കണ്ടിരുന്നു ചേംബറില്. ഞാൻ ഇപ്പൊ വിളിച്ചതേ, ഹലോ, പിന്നെ നമ്മുടെ സഫാരി ചാനലിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പൊ ഓസ്ട്രേലിയയിലെ പെർത്തിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെർത്ത് നഗരം ഒരു വലിയ നഗരമാണ്. അവിടുത്തെ വൈദ്യുതി ഉൽപാദനം എല്ലാം അവിടുത്തെ പിന്നെ കിച്ചൺ വേസ്റ്റിൽ കൂടെയൊക്കെയാണ്. മേയറുടെ ബിൽഡിംഗ് തന്നെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. അപ്പം നമുക്കിവിടെ ഇഷ്ടം പോലെ റാ മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങര അവിടെയുള്ള മലയാളികളുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് രാജേഷിന് തരുന്നതിന് വേണ്ടിയിട്ട്. ഹലോ, അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ പെർത്തിലെ മേയറുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞിരുന്നാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമുക്കത് തിരുവനന്തപുരം നഗരത്തില് ഒന്ന് ആപ്ലിക്കബിൾ ആക്കിക്കൂടെ? തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. മാത്രമല്ല
ഇപ്പോൾ NTPC BPC ചിലപ്പോൾ ഗോവയിൽ BPCL ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ NTPC വാരണാസിയിൽ ചെയ്തിട്ടുണ്ട്, ബ്രഹ്മപുരത്തുണ്ട്. ഇതുപോലെ വിജയിച്ച ചില സ്ഥലത്ത് അത് ഗ്യാസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ചില സ്ഥലത്ത് ചാർക്കോൾ ആയിട്ടാണ്, ചില സ്ഥലത്ത് അങ്ങ് പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ആയിട്ടാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ വേസ്റ്റിൽ നിന്നും ഇത്തരത്തിലുള്ള മറ്റുള്ള തരത്തിലുള്ള എനർജികളിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസം വളരെ വിജയകരമായിട്ട് പല സ്ഥലങ്ങളിലും നടത്തിപ്പോരുന്നുണ്ട്. നമ്മൾക്കും ഇതിന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫണ്ടും ഇപ്പോൾ പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ മുൻപിലുള്ള ഒരു ഘടകം ഇത് നടത്തിയെടുക്കാനുള്ള പ്രോപ്പർട്ടി അവൈലബിൾ ആവണം. കൂടുതൽ പ്രോപ്പർട്ടി വേണോ? അല്ല, അതിന് മിനിമം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നതിനൊക്കെ തന്നെ നമുക്കിപ്പോൾ 375 ടൺ വേസ്റ്റ് ആണ് TPDR ഡെയിലി ഉണ്ടാകുന്നത്, ഒരു ദിവസം ഉണ്ടാകുന്നത് 400 വരെയൊക്കെ ആവാതെ. അപ്പോൾ അത്രയും ഒരു പ്ലാന്റിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 4-5 ഏക്കർ സ്ഥലമെങ്കിലും അങ്ങനെ വേണം. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിൽ ആവുമ്പോഴേക്കും അത്രയും സ്ഥലം വേണ്ട. പക്ഷേ ഈ ചെയ്യുന്നതിന്റെ മാനേജ് ചെയ്യുന്നതിന്റെയും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ തന്നെ വ്യത്യാസം വരും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇപ്പൊ അങ്ങ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വേക്കൻ ലാൻഡ്, ഇപ്പൊ ഉദാഹരണം ഉത്തർപ്രദേശ് മധ്യപ്രദേശിലൊക്കെ 5, 10, 25, 100 ഏക്കർ ഒരുപാട് വേക്കൻ ലാൻഡ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അല്ല പിള്ള സാറേ, എന്തായാലും ഇക്കാര്യം പരിശോധിക്കും. കാര്യം ഓവർനൈറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയല്ലല്ലോ. അപ്പൊ എന്തായാലും ഇക്കാര്യം പരിശോധിച്ച് ആലോചനകൾ നടക്കുന്നുണ്ട്. റൈറ്റ്. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രേക്ഷകരോട്. ഒന്ന്, യൂട്യൂബ് പേജിൽ വരുന്ന അളമുട്ടിയ എന്നുള്ളൊരു ID VV രാജേഷ്ജിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒട്ടനവധി പോസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ആവർത്തിച്ച് അത് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യങ്ങളോ നിർദ്ദേശങ്ങളോ പേജിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് രാജേഷ്ജി, ഈ ജ്വലിക്കുന്ന ദീപവുമായിട്ട് VV രാജേഷ് എന്നുള്ള അഭിവാദ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അശോകൻ ജി അങ്ങയുടെ കമന്റ് കണ്ടു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ടുള്ള ഭരണമാണ് യഥാർത്ഥ ഭരണം. വോട്ട് പാഴായില്ല എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി തുടങ്ങി. നല്ല തുടക്കം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അശോകൻ്റെയാണ് കമന്റ്.